ശ്രീ ബി.ആർ.എം. ഷഫീർ, ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല, സർക്കാരിന് തിരുത്താനൊന്നുമില്ല എന്നൊക്കെയാണ് ഇപ്പോ പ്രാഥമികമായെങ്കിലും CPM-ന്റെ വിലയിരുത്തലായി വരുന്നത്. എന്നിട്ട് ഈ ജനവിധി തന്നെ നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വിലയിരുത്തൽ കൂടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ടോ ബി.ആർ.എം. ഷഫീർ? അനുവേ, ഞാൻ ഈ 15 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന്റെ ചർച്ച ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 15 മിനിറ്റ് നേരവും ചർച്ച വീക്ഷിച്ച ഒരാളെന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. CPM-നെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ അവരോട് നിങ്ങൾ തോറ്റുപോയി കേട്ടോ എന്ന് ബോധ്യപ്പെടുത്താൻ വലിയ പാടാണ്. അത് ശരിയാ. ഈ അനൂപും ഞാനും ഈ ചർച്ചയിരിക്കുന്ന സകല ആളുകളും ഈ കണ്ട മാധ്യമങ്ങളും ജനങ്ങളും എല്ലാം നിങ്ങൾ തോറ്റേ, നിങ്ങളെ തോൽപ്പിച്ചേ എന്ന് പറഞ്ഞാൽ ഇവർ അംഗീകരിക്കൂല. അവർ 2015-ലെയും 2025 കൊല്ലം മുമ്പുള്ള ശതമാനത്തിന്റെ കണക്ക് കൊടുത്തോണ്ട് വരും. ഇവർക്കൊക്കെ എത്ര ഉളുപ്പുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി നോക്ക്. കേരളത്തിന്റെ ചരിത്രത്തിൽ 2010 ആണല്ലോ ഞങ്ങളുമായിട്ട് അവർ താരതമ്യം ചെയ്യുന്നത്. 2010-ലെ UDF-ന്റെ സ്ഥിതി എന്താണെന്നറിയോ? നോക്കൂ, ഞങ്ങളിൽ നിന്ന് കേരള കോൺഗ്രസ് പോകുന്നു, ഞങ്ങളിൽ നിന്ന് ജനതാദൾ പോകുന്നു, ഞങ്ങളിൽ നിന്ന് ബാലകൃഷ്ണപിള്ളയുടെ ഗ്രൂപ്പ് പോകുന്നു, ഞങ്ങളിൽ നിന്ന് പിന്നെ JSS പോകുന്നു, ഞങ്ങളിൽ നിന്ന് CMP പോകുന്നു. ഇതെല്ലാം കൂടി ഉണ്ടായിരുന്ന UDF ആണ് 2010-ൽ. എന്നാൽ ഞങ്ങൾക്കിപ്പോ അങ്ങനെ ഇവരാരും ഇല്ലാതിരുന്നിട്ടും ഞങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന ജയം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ബഹുമാനായ ശ്രീ പ്രകാശൻ, നിങ്ങൾ അപകടത്തിലാണ്. നിങ്ങളെ RSS-ഉം BJP-യും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ബംഗാളിനേക്കാൾ പാലും വെള്ളത്തിൽ പണി കിട്ടും. നിങ്ങൾ പഠിച്ചോ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നോക്കൂ, ഇന്ന് ഒരു മുൻ MLA ശ്രീ KCR അദ്ദേഹം പറയുന്നൊരു വാചകം ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ കണ്ടു. നേതാവിനെ സുഖിപ്പിക്കലാണ്, വളരെ ശ്രദ്ധിച്ചു കേട്ടോളൂ, നേതാവിനെ സുഖിപ്പിക്കലാണ് ഇപ്പോൾ പാർട്ടിയുടെ ശൈലി. CPM-ന് ഒരു മുൻ MLA-യുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ കണ്ടത്. ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോളൂ, ഇദ്ദേഹമൊക്കെ എത്ര ന്യായീകരിച്ചാലും. ഇന്ന് ബഹുമാനായ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനം ഒരു അല്പനേരം കേട്ടു. അദ്ദേഹം പറയുകയാണ്, ഒരു ഭരണവിരുദ്ധ വികാരമില്ല, അങ്ങനെ തന്നെ വിശ്വസിച്ചോളൂ. ശബരിമല കൊള്ള തിരിച്ചടിയായിട്ടില്ല, നിങ്ങൾ ദൈവത്തെ ഓർത്ത് അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. വോട്ട് നഷ്ടപ്പെട്ടത് തെറ്റിദ്ധാരണ കൊണ്ടാണ്. ഞങ്ങൾ പത്മകുമാറിനെതിരെ നടപടി ആലോചിക്കുന്നില്ല. നിങ്ങൾ ഒരാൾക്കെതിരെയും ഒന്നും ചെയ്യരുത്, ഇങ്ങനെ തന്നെ തുടരണം, ഇങ്ങനെയേ തുടരാവൂ എന്നാണ് ജനങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങൾ ഇവിടത്തോടുകൂടി അവസാനിക്കുകയുള്ളൂ എന്ന് ജനം പറയുകയാണ്. ഇനി ഒരു കാര്യം നിങ്ങളത് പറഞ്ഞുതരാം, എന്തുകൊണ്ടാണ് ഇവർ തോറ്റത്. ഒന്ന്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇലക്ഷന്റെ തലയ്ക്കും തലേ ദിവസം 5 കൊല്ലക്കാലം ഭരണം നടത്തിയിട്ട് ഒരു 10 പൈസ പോലും 1 രൂപയും ആനുകൂല്യം കൂട്ടാതെ ജനങ്ങളെ മാസം തോറും 1400 കോടി രൂപ വെച്ച് സകലത്തിലും പിഴിഞ്ഞ് എല്ലാത്തിന്റെയും വില കൂട്ടി, എല്ലാ ടാക്സും കൂട്ടി ജനങ്ങളെ വല്ലാതെ പിന്നെ ഇല്ലായ്മ ചെയ്തിട്ട് ഇലക്ഷന്റെ തലേ ദിവസം കൊണ്ടുവന്ന് പ്രഖ്യാപനം നടത്തി 1000-ഓ 2000-ഓ അല്ലെങ്കിൽ പിന്നെ 100-ഓ 200-ഓ കൂട്ടിക്കൊടുത്താൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഓച്ചാനിച്ചെന്ന് വാങ്ങിയിട്ട് നിങ്ങൾക്ക് തന്നെ കുത്തിത്തരുന്ന അടിമകളാണ് ജനങ്ങളെ നിങ്ങൾ കരുതിയോ? ആണോ? അങ്ങനെയാണോ നിങ്ങൾ കരുതിയത്? ആ ജനങ്ങളുടെ ഇച്ഛാശക്തി ബുള്ളറ്റിനേക്കാൾ, മനസ്സിലാക്കണം, ഗൺ ബുള്ളറ്റിനേക്കാൾ പവറാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം പറഞ്ഞു പിന്നെ ഞങ്ങള് അടിസ്ഥാനപരമായി ഒരു നയത്തിലും മാറ്റരുത് സാർ. ആശാ വർക്കർമാർ 365 ദിവസം അരിവാൾ ചുറ്റുക നക്ഷത്രത്തിന് മാത്രം വോട്ട് ചെയ്യുന്ന ആശാ വർക്കർമാർ കേവലം ഒരു 50 രൂപയ്ക്ക് വേണ്ടി നിങ്ങളുടെ മഹാരാജാവിന്റെ മൂക്കിന്റെ താഴെ സമരം നടത്തിയാലും നിങ്ങൾ അവഗണിക്കണം, അവരെ നിങ്ങൾ തള്ളിക്കളയണം. എന്നിട്ടോ അവരുടെ ബൈക്ക് പിടിച്ചു പറിക്കണം, അവരെ കേസിൽ പ്രതിയാക്കണം, അവരുടെ ടാർപ്പ് വലിച്ചു കീറണം, എന്നിട്ട് നിങ്ങൾ പിടിച്ചെടുക്കണം. 2, ശബരിമലയിൽ നിങ്ങളിപ്പോ ബഹുമാനപ്പെട്ട ഓണറബിൾ ഹൈക്കോടതി ചോദിച്ചതുപോലെ തങ്ക വിഗ്രഹമെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് പോയാലും നിങ്ങൾ ഒരു നടപടിയെടുക്കരുത്, കൊള്ള നടത്തണം. പത്മകുമാറിനെയും വാസുവിനെയും അരിവാൾ ചുറ്റുക നക്ഷത്രത്തിന്റെ ദാർഢ്യം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സംരക്ഷിക്കണം. നിങ്ങൾ കേട്ട് കാണുമല്ലോ, സ്വർണം കെട്ടത് ആരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്ന പാട്ട് കേട്ടോ പ്രകാശമാഷേ? ആ പാട്ട് നിങ്ങളുടെ സഖാക്കന്മാരുടെയും നിങ്ങളുടെ വോട്ട് ബാങ്കിന്റെയും നെഞ്ചത്തേക്ക് ഉൾക്ക വന്നടിക്കുന്ന പോലെയാണ് അടിച്ചത്. രക്ഷപ്പെടത്തില്ല, നിങ്ങൾ ദൈവത്തെയാണ് നിങ്ങൾ കെട്ടത്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ നോക്കൂ, ഈ സ്വജനപക്ഷപാതവും അഴിമതിയും. നിങ്ങളുടെ ക്ലിഫ് ഹൗസിൽ, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ 3 സമൻസ് വന്നു. ഒന്ന്, ബഹുമാനായ ശ്രീ മുഖ്യമന്ത്രിക്ക് തന്നെ CBI-യുടെ സമൻസ് അത് വരികയാണ്, സുപ്രീം കോടതിയിൽ വരാറുണ്ട്.
എന്നാൽ ഈ അടുത്ത കാലത്ത് വന്ന് നിങ്ങൾ നോക്കൂ, SFIയുടെ അന്വേഷണം മകൾക്ക് നേരെ. ഏറ്റവും അവസാനം കഴിഞ്ഞ മാസം EDയുടെ സമൻസ് ഗൾഫിലിരിക്കുന്ന മകന് ലണ്ടനിൽ പഠിപ്പിച്ചത് ലാവ്ലിൻ കമ്പനിയാണെന്ന സമൻസ് ജനങ്ങൾ കാണുന്നുണ്ട്. സാർ, നിങ്ങൾ തിരുത്തരുത്, നിങ്ങൾ തിരുത്തേ ചെയ്യരുത്. ഇനി തീർന്നില്ല, നിങ്ങൾ നാട് നീളെ ഇവിടുത്തെ സംഘപരിവാരം പറയാൻ പോലും അറച്ചു നിൽക്കുന്ന തരത്തിലുള്ള വർഗീയത പറയുന്ന ജാതിമത നേതാക്കന്മാരെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ കേരളം മുഴുവൻ യാത്ര ചെയ്യണം. നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് അപ്പുറത്തിരിക്കുന്ന RSSനും സംഘപരിവാരും ഇന്നുവരെ പറയാൻ പോലും മടിച്ചു നിൽക്കുന്ന ഒരു കാര്യം നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് കോഴിക്കോട്ടും കൊല്ലത്തുമൊക്കെ നിങ്ങളുടെ അടിത്തറ തന്നെ തകരണം. അതെ, വെറുതെ ധൈര്യം നിന്ന് ആളെ കൊല്ലാൻ നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞങ്ങളുടെ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ VS ശിവകുമാർ ആയിരുന്നു കൊല്ലത്തെ ചാർജ്. അദ്ദേഹം പറഞ്ഞു അടപടലെ തെറ്റുകയാണ്. NK പ്രേമേന്ദ്രൻ MP ഉൾപ്പെടെ ഞങ്ങളുടെ DCCയുടെ നേതൃത്വം ഉൾപ്പെടെ ഞങ്ങൾക്ക് ഒരു റിപ്പോർട്ടുണ്ട്. അടപടലെ തെറ്റുകയാണ്. സഖാക്കളുടെ വോട്ട് ബാങ്ക് ഒന്നാകെ BJPയിലേക്ക് പോകുന്നു. അതിൽ മനമെടുത്തുകൊണ്ട് മറ്റൊരു വോട്ട് ബാങ്ക് UDFിലേക്ക് ചേർക്കുന്നു. കൊല്ലം കണ്ണൂരിനേക്കാളും ഏറ്റവും വലിയ. പക്ഷേ കണക്കുകൾ ഉദ്ധരിച്ച് അവർ പറയുന്നത് BJPയും കോൺഗ്രസും പരസ്പരം വോട്ടുകൾ മറിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇപ്പോൾ തിരുവനന്തപുരം അടക്കം അവർക്ക് കിട്ടിയത്. മറ്റൊന്ന് നിങ്ങളുടെ വർഗീയ കൂട്ടുകെട്ട്, നിങ്ങളുടെ ചില അവിശുദ്ധ കൂട്ടുകെട്ടുകൾ, ഇതൊക്കെയാണ് പറയുന്നത്. പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞുതരാം. ശരി, ആരാണ് സാർ കൂട്ടുകൂടിയത്? നിങ്ങൾ PM ശ്രീയിൽ ഒപ്പിട്ടപ്പോൾ ഇന്ന് ബഹുമാനായ ശ്രീ നിങ്ങളുടെ ഘടകകക്ഷിയുടെ രണ്ടാമത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം, നിങ്ങളുടെ BRM ഷബീർ പറയുന്നത് കേൾക്കണ്ട, നിങ്ങൾ ശ്രീ KC വേണുഗോപാൽ പറയുന്നത് കേൾക്കണ്ട, നിങ്ങൾ ശ്രീ VD സതീശൻ പറയുന്നത് കേൾക്കണ്ട, നിങ്ങൾ സണ്ണി ജോസഫ് പറയുന്നത് കേൾക്കണ്ട. നിങ്ങളുടെ ബിനോയ് വിശ്വം പറഞ്ഞ വാചകം ഞാൻ വായിക്കാം. ശബരിമലയിലെ തിരിച്ചടി പ്രതീക്ഷിച്ചതിലും വലുത്. BJPയുമായി ബന്ധപ്പെട്ടതാണ് ഈ ഗവൺമെന്റ് എന്ന്, സംസ്ഥാനത്തിലെ സർക്കാർ എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അഥവാ BJPയായി സംസ്ഥാനത്തിലെ സർക്കാർ മാറിയെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടത്രേ. തീർന്നില്ല. പിന്നെ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും ഹിതമല്ലാത്തതുമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാർ എന്ന് അടിസ്ഥാന വർഗത്തിന് തോന്നിപ്പോയി. പറഞ്ഞതാരാന്നറിയോ? ആരാന്നറിയോ? ബിനോയ് വിശ്വം. അദ്ദേഹത്തിന് ആദ്യം നിങ്ങൾ മര്യാദ പഠിപ്പിക്കണം. ഇനി നിങ്ങളൊരു CPM അല്ലേ? നിങ്ങൾ ലേബർ കോഡിൽ ഒപ്പിടാൻ പോയി. ഇവിടുത്തെ ലേബർ കോടതികളും ഇൻഡസ്ട്രിയൽ തർക്കങ്ങളും ഉൾപ്പെടെ അടിസ്ഥാനപരമായി CITUക്കാരോടൊപ്പമെങ്കിലും നിങ്ങൾ നിൽക്കണ്ടേ? അടിസ്ഥാനപരമായി നിൽക്കേണ്ട തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടി BJPയുമായി ചേർന്ന് ലേബർ കോഡിൽ ഒപ്പിട്ട അന്ന് ഒറിജിനൽ CITUക്കാർ കോൺഗ്രസ് വോട്ട് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ എന്ന് PM ശ്രീയിൽ ഒപ്പിട്ടോ അന്ന് നിങ്ങളുടെ പിന്നിൽ അണിനിരത് 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളുടെ പിറകിൽ പാറ പോലെ കോഴിക്കോട്ടും പാലക്കാട്ടും കണ്ണൂരിലുമൊക്കെ അണിനിരുന്ന ന്യൂനപക്ഷങ്ങൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടോ യോഗി ആദിത്യനാഥ് ജിയുടെ കത്ത് നിങ്ങളുടെ മന്ത്രി വാസവൻ എന്തോ ഒരു സ്വാതന്ത്ര്യത്തിന്റെ താമ്രപത്രം വായിക്കുന്നത് പോലെ ശബരിമല സംഗമത്തിൽ വായിച്ച ഒരു ദിവസമുണ്ട്. ആ വായിച്ച ദിവസം നിങ്ങൾ RSS ആയിട്ട് മാറി. ഇവിടെ ഇനി തിരുവനന്തപുരത്തിന് കാര്യം ന്യായമായൊരു ചോദ്യമാണ്. ഞാൻ എടുത്തു നോക്കി. ഞങ്ങൾക്ക് 10 സീറ്റ് ഉണ്ടായിരുന്നത് ഞങ്ങൾ ഇരട്ടിക്ക് അധികമാക്കി. ഞങ്ങൾക്കൊരു 7-8 സീറ്റുകൾ ഞങ്ങൾ പരാജയപ്പെട്ടത് 5 വോട്ട് 12 വോട്ട് 20 വോട്ടിന് തിരുവനന്തപുരത്ത്. മനസ്സിലാക്കണം. എന്നാൽ നിങ്ങളുടെയോ, നിങ്ങളുടെ എണ്ണപ്പെട്ട 10-15 പരം സീറ്റുകൾ നിങ്ങൾ കൊണ്ടുവന്ന് താലത്തിൽ കൊണ്ടുവന്ന് BJPക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ മേയർ ഉണ്ടല്ലോ, നിങ്ങളുടെ മേയർ അഹങ്കാരത്തിന് കൈയും കാലും വെച്ച് ഇവിടേക്ക് നടന്നല്ലോ. KSRTC ബസ്സിന് കുറുകെ പിടിച്ചല്ലോ. ഈ ഇലക്ഷനിലും എവിടെയെങ്കിലും ഒരിടത്ത് പ്രചരണത്തിൽ ഇറക്കാൻ പറ്റിയല്ലോ. സഖാക്കളെ, തന്റെ ഇടവും അഹങ്കാരവും അഴിമതിയും നിങ്ങൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇല്ലാത്ത പിന്നെ ചടങ്ങിന് പൊറോട്ട എന്ന് പറഞ്ഞ് കാശ് വാങ്ങുമ്പോ ഈ തിരുവനന്തപുരത്തെ കോർപ്പറേഷനിൽ മേയർ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയോട് സഖാവേ ഒരു 10-150 ഒഴിവുണ്ട്, ഉടൻ തന്നെ ആളുകളെ തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ജോലി പിടിച്ചു വാങ്ങി നിങ്ങളുടെ ആളുകൾക്ക് കൊടുക്കുമ്പോ ഈ SC/ST ഫണ്ട് തിരുവനന്തപുരത്തെ 4 കോർപ്പറേഷൻ ഡിവിഷൻ ഓഫീസ് വഴി നിങ്ങൾ കട്ടെടുക്കുമ്പോ നിങ്ങൾ അറിഞ്ഞില്ല നിങ്ങളുടെ അടിത്തറ നിങ്ങൾ തോണ്ടിക്കൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെയാണ് നിങ്ങളാണ് BJP വളർത്തിയത്. ഞങ്ങൾക്ക് വോട്ട് കൂടി, ശതമാനം കൂടി. ഞങ്ങളുടെ സീറ്റുകൾ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു. ഞങ്ങൾക്കൊരു 7 സീറ്റ് കൂടി കിട്ടുമായിരുന്നു. 25 വോട്ട് 30 വോട്ട് 100-ൽ താഴെ. നിങ്ങളോ, നിങ്ങളുടെ ആരെല്ലാം പരാജയപ്പെട്ടതറിയോ? തിരുവനന്തപുരം മാത്രമല്ല, ഞങ്ങൾ ഇനി തിരിച്ച് സുരേഷ് ഗോപി വല്ലാതെ ചാടിയല്ലോ തൃശ്ശൂര്. ഇപ്പൊ എടുത്ത് മറിക്കുമെന്ന് പറഞ്ഞു പോയല്ലോ. ഞങ്ങൾ മൂക്ക് കയറിട്ടു. തൃശ്ശൂർ കോർപ്പറേഷൻ ഞങ്ങൾ പിടിച്ചു നിർത്തി.
സുരേഷ് ഗോപിയെ ഞങ്ങൾ ആവിയാക്കി, ഞങ്ങളാ ചേർത്തത്. പന്തളം മുനിസിപ്പാലിറ്റി RSSനെ പാലക്കാട് കഴിഞ്ഞാൽ കേരളത്തിൽ കിട്ടിയ മുനിസിപ്പാലിറ്റിയാണ് പന്തളം. അവിടെ BJP 3ാം സ്ഥാനത്തേക്ക് തള്ളി ഞങ്ങൾ പിടിച്ചെടുത്തു. പാലക്കാട് കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായി ചെറുത്തു കയറി RSSനും BJPക്കും ഭൂരിപക്ഷം ഇല്ലാതാക്കി. RSSനെയും BJPയെയും ചെറുക്കാൻ UDFന് കുത്തണമെന്ന് ജനങ്ങൾക്ക് തീരുമാനമുണ്ടായി. BJPക്ക് കുത്തിയാൽ അത് പിണറായി വിജയന് കുത്തിയതുപോലെ തന്നെയാണെന്ന്. പക്ഷേ ശ്രീ BRM ഷഫീർ, ഇവിടെ സർക്കാരിന്റേത് മികച്ച പ്രകടനമാണ്. നോക്കൂ, ഇവിടെ പ്രോഗ്രസ് കാർഡ് അടക്കം ചെയ്ത് വാഗ്ദാനങ്ങളിൽ എത്രണ്ണം പൂർത്തീകരിച്ചു എന്ന 99% പൂർത്തീകരിച്ചു എന്ന് ജനങ്ങൾക്ക് മുന്നിൽ പ്രോഗ്രസ് കാർഡ് വെച്ച് തെളിയിച്ച ഒരു സർക്കാർ കൂടിയാണിത്. ജനവിധി എതിരായത് മറ്റു പല കാരണങ്ങൾ കൊണ്ടും അത് ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നതുകൊണ്ടാണ്. അനൂപ് ഒരു കാര്യം ആലോചിച്ചോ? ഈ തിരുവനന്തപുരത്ത് നിന്ന് MC റോഡ് വഴി എറണാകുളം വരെ ഒന്ന് സഞ്ചരിക്കേ, 4 ജില്ലകളിലൂടെ കടന്നുപോ. +2 പാസ്സായിട്ട് ഒരൊറ്റ കുട്ടി പോലും ഇവിടെ പഠിക്കുന്നില്ല. എല്ലാ കുട്ടികളും വീടുകൾ ലോൺ എടുത്തും ജപ്തി പിന്നെ ബാങ്കുകളിൽ കൊണ്ടുവന്ന് വെച്ചും അവരെല്ലാം നാട് വിടുകയാണ്, നാട് വിട്ടോടുകയാണ്. എന്താ കാര്യം? വാഴക്കൊല വൈലോപ്പിളിയുടേതാണ് എന്ന് എഴുതി വായിക്കുന്നവർക്ക് നിങ്ങൾ PhD കൊടുക്കാൻ തുടങ്ങി. സർവകലാശാലയിലും PSCയുടെ റാങ്ക് ലിസ്റ്റുകളിലും നിങ്ങളുടെ കട്ട സഖാക്കന്മാർക്ക് വേണ്ടി നിങ്ങൾ തൊഴില് PSCയുടെ ചോദ്യപേപ്പറുകൾ നിങ്ങൾ ചോർത്തി കൊടുത്തു. ഇനി ഇവിടെ രക്ഷയില്ല എന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്ക് തോന്നി. അവരെല്ലാം നാട് വിട്ടോടി. അറിയോ, 6 ലക്ഷം കോടിയാണ് കേരളത്തിലെ കടം. അറിയോ നിങ്ങൾക്ക്? ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 2 രൂപ വെച്ച് 1 ലിറ്റർ പെട്രോളിന് സെസ് ഏർപ്പെടുത്തിയിട്ട് 5 കൊല്ലക്കാലം 10 രൂപ നിങ്ങൾ പെൻഷൻ കൂട്ടിയവരല്ല. ഈ ഇലക്ഷന്റെ തലയ്ക്ക് തലേസം കൊണ്ടുവന്ന് 200 കൂട്ടിക്കൊടുത്ത് നിങ്ങൾക്ക് വന്ന് കുത്തി തരുമെന്ന് വിചാരിച്ചല്ലേ? അല്ലേ? ഒരു കാര്യം നിങ്ങൾ പറയാം, അഹങ്കാരം. ഇപ്പോഴും വാങ്ങിച്ചല്ലോ 1.5 കോടി രൂപയ്ക്ക് പുതിയ 2 കറുത്ത കാറ്, കറുത്ത നിറം തന്നെ വാങ്ങിയല്ലോ. നിങ്ങൾ പൊടി പഠിച്ചല്ലോ, നിങ്ങൾ ലിഫ്റ്റ് പണിതല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം കേട്ടോ, നിങ്ങളുടെ നീന്തൽക്കുളവും നിങ്ങളുടെ കാലിത്തൊഴുത്തും നിങ്ങളുടെ ലിഫ്റ്റും നിങ്ങളുടെ നവകേരള സദസ്സും നിങ്ങളുടെ ആഡംബരവും നിങ്ങളുടെ മാസപ്പടിയും നിങ്ങളുടെ നവീൻ ബാബുവിനെ പറഞ്ഞു കൊന്നവരെ മാലയിട്ട് ജയിലിൽ നിന്ന് നിങ്ങളുടെ സഹപ്രവർത്തകരായ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന വൈരുദ്ധ്യവും ഈ ജനത കാണുന്നുണ്ട് സാർ. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ BRM ഷഫീർ, ശ്രീ ഒറ്റ കാര്യം അനൂപ് കേക്ക്, ഒറ്റ പേര്. തൃശ്ശൂരിലെ DYFIയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഫോൺ സംഭാഷണം ചോർന്നു. അയാൾ പറയാണ്, തൃശ്ശൂർ റൗണ്ടിൽ കപ്പലണ്ടി വിറ്റ് നടന്നവൻ കോടീശ്വരനായത്രേ. പിന്നെ തേക്കിന്റെ കാട്ടിൽ നിന്ന് വാഴാനി കാട്ടിൽ നിന്ന് തേക്കിന്റെ ഇല അത് മുറിച്ചു കൊണ്ടുവന്ന് വാഴാനി ചന്തയിൽ വിറ്റവൻ മന്ത്രിയായി കോടീശ്വരനായത്രേ. കുന്നംകുള തങ്ങാടിയിൽ സ്ലിപ്പർ ചെരുപ്പ് വിട്ടുകൊണ്ട് അംബാസഡർ കാർ ഓടിച്ച് നടന്നവൻ കോടീശ്വരനായത്രേ. ഞാൻ പറഞ്ഞതല്ല, തൃശ്ശൂരിലെ DYFIയുടെ ജില്ലാ സെക്രട്ടറി മറ്റൊരു സഖാവിനോട് പറയുകയാണ്, കോടീശ്വരന്മാരായിട്ട് നിങ്ങൾ മാറി. കോടീശ്വരന്മാരുടെയും പൗരപ്രമുഖന്റെയും പാർട്ടിയായി CPM കേരളത്തിൽ മാറി. അതുകൊണ്ടാണ് തകർന്നത്. എനിക്കൊന്നും ആയില്ല, എനിക്കെല്ലാമായി തൃപ്തിയായി.